ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും ഉണ്ടാക്കി നോക്കിയാലോ. അതിനാവശ്യമായത് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയില ചതച്ചത്, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ചിക്കൻ മഞ്ഞൾപ്പൊടിയും മസാലയും കുരുമുളക് പൊടിയും ഇട്ട് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇരുമ്പ് ചീനച്ചട്ടിയിലാണ് ഞാൻ ചിക്കൻ കറി വയ്ക്കുന്നത്. ഇരുമ്പ് ചീനച്ചട്ടി ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലേക്ക് വലിയ ജീരകവും ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടിയതിന് ശേഷം നമുക്ക് കറിവേപ്പിലയും ഇട്ട് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന സവോള ഇട്ട് വഴറ്റിയെടുക്കാം. സവോള നന്നായിട്ട് വഴണ്ട് വരുമ്പോഴേക്കും അതിലേക്ക് ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മല്ലിയിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഉള്ളി ചെറിയ രീതിയിൽ വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ ആവശ്യത്തിന് പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എരി കുറഞ്ഞ മുളക് പൊടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാല പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കഴുകി മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ഒരു 5 മിനിറ്റ് മൂടി വെച്ചൊന്ന് ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യാനുസരണം വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് ചിക്കൻ മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ വേവുന്ന സമയം കൊണ്ട് റൈസ് ശരിയാക്കി എടുക്കാം. നെയ്ച്ചോറിന് ആവശ്യമായ അരി കഴുകി മാറ്റി വെച്ചത്, സവോള, ക്യാരറ്റ്, മല്ലിയില, കുരുമുളക്, നെയ്യ്, തക്കോലം, വലിയ ജീരകം. ഒരു വലിയ പാത്രം ചൂടായതിനു ശേഷം അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കുരുമുളകും വലിയ ജീരകവും തക്കോലവും ഇട്ട് അരിഞ്ഞു മാറ്റി വെച്ചിരിക്കുന്ന മല്ലിയിലയും ക്യാരറ്റും സവോളയും ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ ഒന്ന് വഴണ്ട് വരുമ്പോഴേക്കും അതിൽ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. 4 ഗ്ലാസ് അരിക്ക് ഞാൻ 8 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴേക്കും കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അരി ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് ചോറ് വേവിച്ചെടുക്കാം. ഇനി ചിക്കൻ കറി വെന്ത് എണ്ണ തെളിഞ്ഞതിന് ശേഷം നമുക്ക് ഇറക്കി മാറ്റി വയ്ക്കാം. സ്വാദിഷ്ടമായ ചിക്കൻ കറിയും നെയ്ച്ചോറും റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.